ഏയ് ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവാൻ നിൽക്കുകയാണ്. ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ മാളും വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ആ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചുമ്മാ എന്തൊക്കെ വെച്ചിട്ട് അതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടാർഗറ്റ് വെച്ചിട്ട് പോവുകയാണ്. ഇപ്പം എന്തിനാണ് ഞങ്ങൾ ആളെ സർപ്രൈസ് ചെയ്യുന്നത്, ആരെയാണ് സർപ്രൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സർപ്രൈസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അത് കാണാൻ വേണ്ടി ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, മാളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയണം എന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പറയാതെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴല്ലേ നിങ്ങൾക്കും സർപ്രൈസ് ആവുള്ളൂ. അപ്പം അതുണ്ട്, നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും എന്താ ഞാനും വിചാരിച്ചു പേടിപ്പിക്കില്ല. മാളുവിന് അതാണ് ടെൻഷൻ. അവളുടെ ഫിഷിനെ ഇവിടെ വെച്ചിട്ട് പോകുന്നതാണ് അവളുടെ ടെൻഷൻ. അതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെന്തായാലും മീനിനെയൊക്കെ ഇവിടെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. യെസ്, കാരണം ലിച്ചു ഇവിടെ ഉണ്ട് എന്തായാലും. അപ്പോൾ അവളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. മാളു എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തതാണല്ലോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ ട്രിപ്പിലുള്ളത് എന്ന് എനിക്ക് ഇപ്പോഴേ പറഞ്ഞു തരാൻ എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. കാരണം കുറേ പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു സർപ്രൈസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് തിങ് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞങ്ങൾ പാക്ക് ചെയ്ത് ഇപ്പം 3 days ട്രിപ്പാണിത്. അപ്പം കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, സാധാരണ ഞാൻ പാക്ക് ചെയ്യുന്ന അത്രയും ലഗേജ് പ്രാവശ്യം വന്നില്ല. ഐ ഡോണ്ട് നോ വൈ. അപ്പം ഞാനിതാ ഈ ഒരു ട്രോളി ഉണ്ട്. ഈ ട്രോളി ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എക്സ്ട്രാ ഒരെണ്ണം കൂടെ ആകും. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ട്. ഇതിനകത്തൊരു നമുക്ക് സർപ്രൈസ് ചെയ്യാനുള്ള അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പാക്കിങ് കാണിക്കാത്തത്. ഇനി അൺബോക്സിങ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓരോന്ന്. മാളുവിൻ്റെ പാക്കിംഗ് വേണേൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റ്, പിന്നെ വേറെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പം മാള് പാക്ക് ചെയ്തിട്ടുള്ള എന്തൊക്കെയാന്ന് നോക്കാം. മാള് കുറേ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഗൈസ്. അതിൽ ഞങ്ങളൊരു ഇതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം അല്ലേ മാളു? അത് കാണിക്കുക. അത് ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടാവണത്. ഇതുണ്ടാ, എൻ്റെ ഫിഷിനെ 2-3 ദിവസം ഞാൻ വരുന്നത് വരെ ഫുഡ് കൊടുക്കാനും കെയർ ചെയ്യാനും ഉറപ്പ് തരുന്നു. മാളു, ലിച്ചു, ഫിഷു ഒപ്പിട്ടോ? അപ്പോൾ ഇതാ എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്, ഫിഷു ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് ഗൈസ്. അപ്പം ഇനി ലിച്ചുവിന് ഒരു രക്ഷയില്ല, മീനിനെ നോക്കിയേ പറ്റൂ. ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് കൊടുക്കുന്നത് പട്ടീനെയോ? പട്ടിണി കിടക്കേണ്ടി വരും. ഓ മൈ ഗോഡ്. ഇതുണ്ടോ, മീനിന് ഫുഡ് കൊടുക്കുമ്പോൾ ടിക്കിടാൻ വേണ്ടി ഡേറ്റ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ലിച്ചു തന്നെ. സോ ബാഗിലുള്ളത് പെട്ടെന്ന് കാണിക്കും. എൻ്റെ പെർഫ്യൂം അടിച്ചു മാറ്റിയ മിനി പെർഫ്യൂം. ഇതൊക്കെ എന്തിനാണോ എന്തോ. പിന്നെ നമ്മൾ മെയിൻ ടീംസ് അപ്പും ടൗസും കുറേ ദിവസമായി കുളിച്ചിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പും ടൗസും കുളിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മാളൂസ് അല്ലേ, മാളൂസ് കുളിച്ചതാണേ. സോറി ഗൈസ്, തെറ്റിദ്ധരിക്കരുത്. ഇതെന്താ, ഫ്ലാഗോ? അർജന്റീനേൻ്റെ. ഫുൾ അർജന്റീനയിലാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ പെറുക്കി വെച്ച് പോകുന്നുണ്ട് ഗൈസ്. ഇതെന്തത്, അടുക്കളയിലുള്ള തുണിയാണോ? എന്താ ഇതില്? ഓ മൈ ഗോഡ്. എന്നാ ശരി, പോവാം നമുക്ക്. ഇനി ഒരാളോട് ബായ് പറയണ്ടേ? എന്താ, ആരോടാ? ആരോടാ? മിനിക്കുട്ടീനോട്. മിനീനെ വിട്ടു പോകുന്നതിൽ വിഷമല്ല? അതിലായിരുന്നല്ലോ നേരത്തെ ഭയങ്കര വിഷമം. അപ്പം മിനീനെയൊക്കെ വിട്ടു പോകുന്ന വിഷമത്തിലാണ് ഗൈസ് മാളു. സോ നമുക്ക് മിനീനോടും മിമീനോടും എല്ലാവരോടും ബായ് പറയാം. കമോൺ, അതിന് ടൈം എടുക്കും. ആരോട്? ഓക്കെ, ഓക്കെ. മീമിയും മാളുവും ബായ് പറയുന്ന ആ ഒരു വളരെ എന്താ പറയുക, സെൻറ്റിമെൻ്റൽ മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് മീമീനെ ഒറ്റക്കാക്കി മാള് പോകുന്നത്. കഴിഞ്ഞ തവണ മീമി വയനാടൊക്കെ കറങ്ങിയ മീമിയാണ് ഈ ഇരിക്കുന്നത്, ബ്ലൂയി.
സോ ബ്ലൂയി നല്ല കുട്ടിയായിട്ടിരിക്കുക. നമ്മൾ പോവാണ്. മാള് വരുമ്പോ ഇങ്ങനെ അടുത്തേക്ക് വരും അതിന്റെ. യാ ഓക്കെ കം. ഉള്ളപ്പോഴൊക്കെ ഞാൻ കാത്തു വകുമ്പോ വന്ന് കാണും, ബുക്ക് റീഡ് ചെയ്യും, ഒപ്പം വന്ന് റീഡ് ചെയ്യും. അപ്പൊ ഒറ്റയ്ക്കായി പോകണ്ടെന്ന് വെച്ചിട്ട് ഈ ഡോളിന് ഞാൻ ഇവിടെ വെച്ച് പോവാ. ഓക്കെ, ഡോൾ നീ വേണം ബ്ലൂയിനെ നോക്കാൻ, പിന്നെ ലിച്ചു കുഞ്ഞാൻഡി നോക്കും. കമോൺ. ഫുഡ് ഇവിടെ കൊടുക്കാം. Oh my goodness, I miss you my dear. Miss you. എനിക്ക് എൻ്റെ വീട് മിസ് ചെയ്യും ഗൈസ്, യു നോ. യെസ്, എല്ലാത്തിനും ജീവനുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് മിനിമാനെ നോക്കാം. മിനിമാൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ് താഴെ. ബൈ 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 സേ ബൈ. മാളു ബൈ പറ മിനിനോട്. ഒരു ഹഗ് കൊട്. Give hug to Akka. Okay, we are going. Bye. Bye bye. Bye bye. Say bye. Okay. Okay, okay. ഇത് പിടി വീഡിയോ ഇട്. ഓൺലതാ എടുക്ക. We are going. മാളാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞങ്ങളുടെ തലയുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ തമിഴിലതാ പേസുവേ. ഓക്കെ. Hi Minima, say hi to our subscribers. Hi. Say hi Mini. കുറച്ച് കഴിയുമ്പോഴേക്കും മിനി ഹലോ ഗായ്സ് പറഞ്ഞു വരും. അല്ലേ മാളു മിനി വരും. ഹലോ ഗായ്സ്. മിനി ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നു ഗായ്സ്. We are going Minima. Bye. Bye. பாய் சொல்டி தங்கோ. பாய் சொல்லுமா. இப்படி பாக்குற. இப்போ தெரியாது இல்ல இப்படி போறது. ஐ திங்க் அப்பா வந்துட்டா. இனி என்னைக்கு அக்கா கூட விளையாடும்? 3 days அப்புறம். நாளை தான் தெரியும் மினிக்கு. அக்கான்னு கூப்பிடும்ப வர மாட்டா. മിനിമ മൊബിക്കാക്കിനെ കണ്ടു ഗൈസ്. ഇനിയിപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോകും ചിലപ്പോൾ. മൊബിക്ക കീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. മൊബിക്കാക്കായിട്ട് കമ്പനി ആയിട്ടില്ല. ബൈ സൊല്ല്. ഓക്കെ ബൈ 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 സൊല്ല്. ചിരിക്കാൻ ബൈ. How you laugh Mini? Mini, how will you laugh? അല്ല How will you laugh? പല്ല് കാണിക്കാൻ പറയുമാളൂ. How you laugh? Okay, bye. ബൈ Bye. അമ്മ പറയണം. Okay. Wow. Give Taka. ഹായ്. അപ്പം ഇത് തിരിച്ചു വരുന്നവരെ ഇങ്ങനെ വെക്കണം. അതാണ് നിനക്കുള്ള ടാസ്ക്. വാടിപ്പോയാലും ഇങ്ങനെ വെക്കണം. ആ ബാഗിൽ സൂക്ഷിക്കാം. ഗായ്സ്, അപ്പം നമ്മൾ എടപ്പള്ളി ഹംഗ്രി മൃണാൾ ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇതുണ്ടോ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിക്കില്ല. ഇവർ ഫുൾ ഗെയിംസിലാണ്. മാളുവിൻ്റെ ഫേവറേറ്റ് സംഭവങ്ങളുണ്ട് ഇവിടെ. സോ ഷീസ് എൻജോയിങ് ഗൈസ്. മൂവി എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തല്ല ഗൈസ്. എന്താ ലിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ഫുള്ളും ടേബിളിൽ. ഗൈസ്, ഞങ്ങൾ ഫുഡ് വരുന്നവരെ ക്യാരംസ് ഇവിടെ അടിയായി. ഗൈസ് ഇവിടെ ഭയങ്കര കളിയിലാണ്. ഫുഡ് കഴിക്കാൻ വന്നിട്ട് നിങ്ങളുടെ മാളും അത് അവിടെ കളിക്കുന്നു, ഷാനും ലിച്ചു ഇത് അവിടെ കളിക്കുന്നു. ഞാൻ മാളു പറഞ്ഞിട്ടുണ്ട് മാളുവിന് ഇഷ്ടപ്പെട്ട ഗെയിമാന്ന് പറഞ്ഞത്, പക്ഷെ ഒന്നും അറിയില്ല ഗൈസ്. നെയ്ച്ചീര് ജയിച്ചിട്ട് വന്നിക്ക. എന്തൊക്കെയാ എന്തൊക്കെയല്ല ഈ ചോറ് തിന്നു കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ നമ്മള്? ഷാനു ഒരുപാടുണ്ടല്ലോ, പാഴ്സലാക്കാം.
ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പം നമ്മളെ വണ്ടി എടുക്കാത്തതുകൊണ്ട് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് നടന്ന് പോവുകയാണ്. ഇതവിടെ തൊട്ടടുത്ത് തന്നെ എത്തി നമ്മൾ, അല്ലേ മൂക്കാക്ക? എന്നെ ചുമട്ട് തൊഴിലാളിയാക്കി. അതെ, ഇവിടെ ഞാനാണ് പടം നയിക്കുന്ന വീരനായകനെ പോലെ നടക്കുന്നത്. മൂവിക്കാർക്ക് വേണം ലഗേജ് ഒക്കെ വെക്കാൻ. അപ്പം നമുക്ക് ഇവിടെ ഒരു ടോയ് ഷോപ്പിൽ പോകുന്നുണ്ട് ഞങ്ങള്. എന്തിനാന്ന് ഞാൻ പറയാം. ഒന്ന് എടുക്കാൻ സമ്മതിക്കും. മോളിൽ എന്താന്ന് അറിയണോ? 2 നില കേറിയത് പോരാ. ഇതെടുത്താലോ? എടുത്തോ. എങ്ങനെയുണ്ട്? ആരോടാ ചോദിക്കണേ? ഇതല്ലേ മോളുടെ ടോയ് പോലെ? എനിക്കറിയില്ല, എന്തായാലും അത് മ്യാമിയുണ്ട്. ഞാൻ സെലക്ട് ചെയ്തു. എന്നാ പിന്നെ അത് കുട്ടിയിട്ടാൻ ഈ ആനേനെടുത്തോ? അതാകുമ്പോ ഒരു ആനക്കുട്ടി സൂപ്പർ. ഇത് തലേണയായിട്ട് ശാനു അതാകുമ്പോ യൂസ്ഫുൾ ആണത്. എന്നാ അത് വാങ്ങിച്ചോ. പക്ഷെ ഇത് എടുക്കുമ്പോ ഇത് തലേനാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവൂലേ? അയ്യോ ഇത്തന്റെ തല കണ്ടില്ല. കാണൂല. ഒന്നുകൂടെ പറയോ? ഇവിടെ എന്തൊക്കെയോ നടക്കുന്ന ഗൈസ്, ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടുന്ന് കളഞ്ഞു കിട്ടി? സത്യം പറ. ബോയ്സിന്റെ വാങ്ങിട്ട് വന്നിട്ട് അത് ഞാൻ എപ്പോഴും ഗോൾഡൻ അല്ലേ മേടിക്കുന്നത്. ആരോ അറിയാതെ വാങ്ങിക്കൊടുത്തേ അതിപ്പോ നിലത്ത് വീഴും. അത് നിലത്ത് വീഴും. ടോയ് മാത്രം തുറന്നാൽ മതി. അപ്പം സ്പൈഡർമാൻ്റെ ആയതുകൊണ്ട് ഡിഫറെന്റ് ടോയ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഗൈസ്. നമുക്ക് നോക്കാം. സ്പൈഡർമാൻ തന്നെ അങ്ങനെ തന്നെ അല്ലേ കിട്ടുക? അല്ല, നോക്കട്ടെ. അങ്ങനെയായിരിക്കും, നോക്കാം. വാവ്, കട്ട്. അങ്ങനെ സ്പൈഡർമാനെ കിട്ടിയിരിക്കുന്നു മാളൂസിന്. ആർക്കൊക്കെ സ്പൈഡർമാനെ കിട്ടിയിട്ടില്ലെന്ന് പറ. എങ്ങോട്ടാ? ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആണോ? ഞങ്ങളെ കൂടെ വന്നാ കാണാം. ദുബായിക്കല്ലേ പോണത്. കരയണ്ട കരയണ്ട കരയണ്ട. അതെ അതെ, അങ്ങനെ ആക്ക്. ഒന്നും കേക്കൂല. ഫിഷിന്റെ മീനിന് ഫുഡ് കൊടുക്കണത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് മാളൂന് പറയാനുള്ളൂ. ഇപ്പൊ നല്ല മീനാണ്, കുറെ ദിവസം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഇനിയും അതുപോലെ നിൽക്കട്ടെ. ഫിഷിന്റെ സേഫ്റ്റിക്ക് അതാണ് നല്ലത്. അല്ലെങ്കിൽ കഴിഞ്ഞു. ഇതെങ്ങോട്ടാ? നീ വീട്ടിൽ പോവാ? മീനിനെ എടുക്കാൻ പോവാ? ഓക്കെ എന്നാ ബൈ. അപ്പൊ ബൈ ലിച്ചു, ബൈ. മതി 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 മതി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിറ്റേറ്റ് ചെയ്ത് കഴിക്കണം. സീറ്റ് വേണ്ടത് മുകളിലാണ്, താഴെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ മാളു ചെയ്തത് ഓക്കെ. മാളു ഇനി എന്ത് ചെയ്താലും നീ ഇമിറ്റേറ്റ് ചെയ്യണം. ഇല്ല, നീ ചെയ്യണ ഇമിറ്റേറ്റ് ചെയ്യും. അത് വേണ്ട, അത് വേണ്ട. ട്രോളി ഉരുണ്ട് പോകുന്നുണ്ടായിരുന്നു നോക്കിയപ്പോ. നേരെ അവിടെ പോയിട്ട് ബ്ലോക്ക് ആവും. എന്താ അവിടെ ബ്ലോക്ക്? ട്രോളി നോക്കുമ്പോ കാണൂല. കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തെല്ലാം കഥകളാണ് മാളൂലെ. കൊച്ചിനാ ഞങ്ങള് പ്രോപ്പർ വയനാടാ. ഞങ്ങളിങ്ങനെ ബസ് കയറി മാളൂസ് ഇതാ പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുകയാണ്. ബെഡ്റൂമിൽ കയറി. യെസ്, ഇനി ഉറങ്ങി എഴുന്നേക്കുമ്പോഴെങ്കിലും നമ്മൾ അപ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ എവിടെത്തും? സ്ഥലം അതെ വയനാടാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ബാക്കി വീഡിയോസ് കണ്ടാൽ യെസ്. അപ്പം നമ്മുടെ നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മളെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാം. സോ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടെ. എന്താ ഒരാളോട് ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട്, എന്നാലും ഒരു ബൈ പറഞ്ഞോ.
ബൈ ബൈ.